ഹലോ, എന്തോ ഉണ്ട് വിശേഷങ്ങൾ? ഓണമൊക്കെ അടിച്ചു പൊളിച്ചില്ലേ എല്ലാവരും? ഞാനും അടിച്ചു പൊളിച്ചു എൻ്റേതായ രീതിയിൽ ചെന്നൈയിൽ വെച്ച്. നാട്ടിലോട്ടൊന്നും പോകാൻ പറ്റിയില്ല. എന്നാലും ഇവിടുത്തേതായ രീതിയിൽ എങ്ങനെ അടിച്ചു പൊളിക്കാവോ അങ്ങനെ അടിച്ചു പൊളിച്ചു. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി 100 ഡേയ്സ് വെയിറ്റ് ലോസ് ചാലഞ്ചിൽ സക്സസ്ഫുള്ളി 10 ദിവസം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഹാപ്പി ന്യൂസ് അല്ലേ? ഞാൻ വളരെ ഹാപ്പിയാണ്. അതിന് ചിലപ്പോൾ റിസൾട്ടൊന്നും ഞാൻ പ്രതീക്ഷ അത്ര വന്നിട്ടില്ല, എന്നാലും ഓക്കെ. ബിക്കോസ് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. സ്ലീപ്പ് കുറവാണ്. മെയിൻലി വെയിറ്റ് ലോസിൽ മെയിൻ ഒരു കാര്യം സ്ലീപ്പാണ്. 7+ അവേഴ്സ് വേണം, എന്നാലേ ഫാസ്റ്റ് വെയിറ്റ് ലോസ് നടക്കുള്ളൂ. നമുക്ക് ഫാസ്റ്റ് വേണ്ട, പയ്യെ മതി. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ് എന്നല്ലേ, നമുക്ക് റേസ് വിൻ ചെയ്താൽ മതി, ഫാസ്റ്റർ റേസ് വേണ്ട. ഇത് കണ്ടല്ലോ, ഒരു കുന്ന് തുണിയുണ്ട്. ഓഫീസിൽ പോയി വന്ന് ഇരുന്ന് ഇതൊക്കെ മടക്കുവാണ്. അപ്പോൾ അതങ്ങനെ നടക്കട്ടെ. അപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാവരോടും. ഫസ്റ്റ് 10 ഡേയ്സിന് മുന്നേ ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരുന്നല്ലോ. അതുപോലെ ഇപ്പോൾ 10 ഡേയ്സ് കഴിഞ്ഞു, ഇന്ന് 11th ഡേ തുടങ്ങി. സോ ഈ കഴിഞ്ഞതിൻ്റെ പോരായ്മകളും നല്ല കാര്യങ്ങളും പ്ലസ് നെക്സ്റ്റ് 10 ഡേയ്സ് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ഡയറ്റ് പ്ലാൻ എന്താണ്, ഇതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ റെഡിയല്ലേ? എന്താ ടീച്ചർ അമ്മ ബുക്കൊക്കെ എടുത്ത് വെച്ച് ക്ലാസ് എടുക്കാൻ പോകണമെന്ന് പേടിക്കേണ്ട ആരും. അതൊന്നല്ല, എനിക്ക് ലെഡ്ജറിങ് ഒരു ഹാബിറ്റാണ്. ചെറുത് മുതൽ എനിക്കിഷ്ടമാണ് എഴുതി വെക്കുന്നത്. ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. പിന്നെ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ അതൊക്കെ വിട്ടുപോയി. എന്നാലും ഇപ്പോഴും എനിക്ക് കണക്കായാലും അല്ല ഇനി എന്തൊരു കാര്യമാണെങ്കിലും എനിക്കൊരു ബുക്കിലോ ഡയറിയിലോ അതുപോലെ കുറിച്ച് വെക്കുമ്പോൾ അതിനിപ്പോൾ പഠിക്കാനാണെങ്കിലും കുറച്ച് ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതി വെക്കുമ്പോൾ ഒരു സംതൃപ്തി കിട്ടുന്നത് നമുക്ക് മൊബൈലിലെ നോട്ട്സിൽ കിട്ടില്ല. എനിക്ക് കിട്ടില്ല. അപ്പോൾ എന്താ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 ഡേയ്സിൽ ഞാൻ റെഡ്യൂസ് ചെയ്തത് 1 kg ആണ്. ആക്ച്വലി 1.5 to 2 kg വരെ പോസിബിൾ ആണ്. പക്ഷേ സ്ലീപ്പ് എനിക്ക് കുറവാണ്. മോൻ 1.5 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, രാത്രി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കും. ഇപ്പോഴും ഉറക്കം ശരിയല്ല. അപ്പോൾ കഷ്ടി ഒരു 5-6 അവേഴ്സ് പോലും ചിലപ്പോൾ കിട്ടാറില്ല. അതുകൊണ്ടാണ് എൻ്റെ വെയിറ്റ് ലോസ് ഇത്രയും സ്ലോ. ചിലപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറൊരാൾ ഇപ്പോൾ അൺമാരീഡ് അല്ലെങ്കിൽ കിഡ്സ് ഇല്ലാത്തവർ, അല്ലെങ്കിൽ ഈ ഏജിലുള്ള കിഡ്സ് ഇല്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാളും ഫാസ്റ്റായിട്ട് ഉറപ്പായിട്ടും വെയിറ്റ് ലോസ് നടക്കും. ഞാൻ തന്നെയാണ് ഉദാഹരണം. എനിക്ക് മുന്നേ മോനൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ഞാൻ വെയിറ്റ് ലോസ് ജേർണിയിൽ ഇരുന്നപ്പോൾ ഇത്രയും സ്ലോ ആയിരുന്നില്ല. സോ ദാറ്റ് ഈസ് ഫൈൻ. സ്ലോ സ്പീഡ് ഒന്നും ഡസൻ മാറ്റർ. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, 100 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവിടെയാണ് നമ്മുടെ വിജയം. അപ്പോൾ അത് മാത്രം നോക്കിയാൽ മതി. സ്കെയിൽ അത്ര മാറ്റർ അല്ല. ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ട്സ് ഇത് എന്താ കൂടുന്നുണ്ടല്ലോ, എനിക്ക് ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും, വീണ്ടും കൂടും, വീണ്ടും കുറയും. ആ ദിവസം സ്കെയിൽ നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല ശരിക്കും. പക്ഷേ നമ്മൾ ഷോർട്ട്സ് ഇടാനായിട്ട് എല്ലാവർക്കും കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് എടുത്താണ്. അപ്പോൾ നെക്സ്റ്റ് 11 to 20 ഡേയ്സ് അല്ലെങ്കിൽ ഇനി തൊട്ട് നെക്സ്റ്റ് 11 to 100 ഡേയ്സ് വരെയും ഞാൻ ഒരു ചേഞ്ച് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഡെയിലി വെയിങ് സ്കെയിൽ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. എവറി 5 ഡേയ്സ് ഓർ 6 ഡേയ്സ് വൺസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതാണ് ഗുഡ് പ്രാക്ടീസ്. നമുക്ക് അല്ലെങ്കിൽ അത് ഹോർമോണലാണെല്ലാം. ചിലപ്പോൾ കൂടുന്നു, നെക്സ്റ്റ് ഡേ കൂടുന്നു. ബോൾ മൂവ്മെൻറ്റ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ രാത്രി ഒത്തിരി വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ചിലപ്പോൾ വെയിറ്റ് കൂടുതൽ കാണിക്കും. അതാ ബോൾ മൂവ്മെൻറ്റ് ആയില്ലെങ്കിൽ, മോഷൻ ആയില്ലെങ്കിൽ ചിലപ്പോൾ വെയിറ്റ് കൂടുതൽ കാണിക്കും. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. സ്ലീപ്പ് കുറഞ്ഞാൽ വെയിറ്റ് കൂടുതൽ. ചിലപ്പോൾ ഇന്ന് ഫുള്ള് നമ്മൾ ഡയറ്റ് എക്സസൈസ് ഒക്കെ സൂപ്പറായിട്ട് ഫോളോ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ മോഷൻ ആയില്ല, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞ ദിവസത്തേക്കാൾ വെയിറ്റ് കൂടി കാണും. അപ്പോൾ നമ്മൾ ആകെ ഡെസ്പാവും. അയ്യോ ഇതെന്താ എല്ലാം ഫോളോ ചെയ്തല്ലോ, ഞാൻ ഒന്നും തെറ്റിച്ചില്ലല്ലോ. അപ്പോൾ കഴിക്കുന്നതും അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നത് മാത്രമല്ല വെയിറ്റ് ലോസിൻ്റെ ഫാക്ടർ. വെയിറ്റ് ലോസ് എന്നതിലുപരി നമ്മൾ ബോഡിയിൽ ആകമൊത്തത്തിലൊരു ചേഞ്ച് കൊണ്ടുവരാണ്. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നൊക്കെയാണ് കറക്റ്റ് ടേംസ്. വെയിറ്റ് ലോസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ 1 kg ഞാൻ കുറച്ചിട്ടുണ്ട്. പിന്നെ ചിലർക്ക് ഒരു ഡൗട്ട് വന്നേക്കും, എല്ലാവരും വെയിറ്റ് ലോസ് തുടങ്ങുമ്പോൾ ചിലപ്പോൾ പടപടാന്ന് 5-6 കിലോ ഒക്കെ 3-4 ഡേയ്സിൽ ഇറങ്ങുമല്ലോ, നിങ്ങൾക്ക് എന്താ 1 കിലോ ഉള്ളൂ, അപ്പോൾ വാട്ടർ വെയിറ്റ് ഇല്ലേ ബോഡിക്കകത്ത്. എനിക്കും ഉണ്ടായിരുന്നു. ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതല്ലോ വെയിറ്റ് ലോസ് ജേർണി. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് മോൻ 4 months ആയപ്പോഴാണ്. നേരത്തെ പറഞ്ഞതുപോലെ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് തമ്മിൽ ഫോട്ടോയിൽ ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പോൾ മുന്നേ ഞാൻ 93.6 നിയർലി 94 കിലോസിന് ഇപ്പോൾ ഉള്ള ഇവിടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് 79.7 അല്ല 76 വരെ എത്തിയതാണ്. പിന്നെ അനിയത്തിയുടെ കല്യാണ തിരക്കാരണം വീണ്ടും കുറച്ച് ഒട്ടും ലൈഫ് സ്റ്റൈൽ നോക്കാതെ 2-3 കിലോസ് അഗൈൻ കൂടി. ഒത്തിരി കൂടിയില്ല, പക്ഷേ 2-3 കിലോസ് കൂടിയിട്ടാണ് ലാസ്റ്റ് 79.7 വന്നത്. സോ എൻ്റെ ബോഡിയിൽ വാട്ടർ വെയിറ്റ് ഇല്ല. ഉണ്ടെങ്കിൽ മാത്രമാണ് അത് അത്രയും സ്പീഡായിട്ട് കുറയുള്ളൂ. ചിലപ്പോൾ വെരി ഫസ്റ്റ് ടൈമായിട്ട് വെയിറ്റ് ലോസ് ജേർണി തുടങ്ങുന്നവർക്ക് അങ്ങനെ സംഭവിച്ചേക്കാം. ചിലപ്പോൾ 3-4 ഡേയ്സ് അല്ലെങ്കിൽ 1 വീക്കിൽ ഒരു 4 കിലോസ് 3 കിലോസ് ഒക്കെ സഡനായിട്ട് ഡ്രോപ്പ് ആയിട്ട് പിന്നീട് സ്ലോ ആവും. എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ സ്ലോ ആയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബോഡിയിൽ ഇപ്പോൾ വാട്ടർ വെയിറ്റ് ഇല്ല. അപ്പോൾ ഞാനൊരു മീൽ പ്ലാൻ റെഡിയാക്കിയിട്ടുണ്ട് നെക്സ്റ്റ് 10 ഡേയ്സിന്. മുന്നത്തെ മീൽ പ്ലാൻ ഞാൻ കഴിഞ്ഞ ലോങ് വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. അതുപോലെ നെക്സ്റ്റ് 10 ഡേയ്സിന് ഞാൻ എന്ത് മീൽ പ്ലാനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് വിത്ത് ക്വാണ്ടിറ്റി. അത് നിങ്ങൾക്ക് ഞാനിവിടെ നിന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഇങ്ങനെ. അപ്പോൾ ഞാനത് ഈ വീഡിയോൻ്റെ ഇടയിൽ കൂടെ തന്നെ അത് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് നോക്കി
വേണ്ടവർക്ക് നോക്കി വേണ്ടവർക്ക് എടുക്കാം. പിന്നെ മെയിൻലി എനിക്കൊരു അഡ്വൈസ് എന്നല്ല, ആരുടെയും വീഡിയോ കണ്ടിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യരുത്. അതിന് കുറച്ച് ടിപ്സ് എടുക്കുക എന്ന് മാത്രം. ബിക്കോസ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് എന്താണോ പറ്റുക എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനാണ് ഞാൻ ഒരു 5 കാര്യങ്ങൾ പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ ഫോളോ ചെയ്യുന്ന 5 കാര്യങ്ങൾ. അതിന് മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതൊക്കെ അടച്ച് വയ്ക്കാം, കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. മെയിനായിട്ട് 5 കാര്യങ്ങളാണ്. 5 കാര്യങ്ങൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്യണം. നമ്മൾക്ക് എന്താണോ നമ്മുടെ കാലറി ഡെഫിസിറ്റ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ആപ്സ് അവൈലബിൾ ആണല്ലോ, ചാറ്റ് ജി പി ടി, ജെമിനി ഒക്കെ. അതിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, ഏജ് കാര്യങ്ങൾ, അതിൽ തന്നെ അവർ ഹൗ ടു ഡു കാലറി ഡെഫിസിറ്റ് ഫോർ മീ എന്ന് ചോദിച്ചാൽ തന്നെ, ഹൗ ടു ഡു കാലറി ഡെഫിസിറ്റ് കാൽക്കുലേഷൻ ഫോർ മീ എന്ന് ചോദിച്ചാൽ തന്നെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പോലും ചാറ്റ് ജി പി ടി നിങ്ങൾക്ക് പറഞ്ഞുതരും. ഹൈറ്റും വെയിറ്റും ഏജൊക്കെയാണ് പൊതുവെ ചോദിക്കുക. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ഗോൾ എന്താണ്, ഒരാഴ്ച കൊണ്ട് ചിലവർക്ക് 1 കിലോ കുറയ്ക്കണമായിരിക്കും, ചിലവർക്ക് 0.5 മതിയായിരിക്കും, ചിലർക്ക് 0.25 മതിയായിരിക്കും. അത് ഇങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സ് അനുസരിച്ചാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ആദ്യം തന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാം. സോ അതാണ് സ്റ്റെപ്പ് നമ്പർ 1, പ്ലാൻ. കാൽക്കുലേറ്റ് യുവർ ഡെഫിസിറ്റ്, പ്ലാൻ, ട്രാക്ക് ആൻഡ് സ്റ്റിക്ക് ഓൺ ടു ഇറ്റ്. പ്ലാൻ എന്ന് വെച്ചാൽ ഡയറ്റ് പ്ലാൻ, എക്സസൈസ് ഓർ വർക്ക് ചെയ്യാൻ പോകണോ, അല്ല അത് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യണോ, അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മുടെ ബോഡി ആൻഡ് നമ്മുടെ ലൈഫ് എന്താണെന്ന് നമുക്കേ അറിയത്തുള്ളൂ. നമുക്ക് എത്ര സമയം ഉണ്ട് ഒരു ദിവസം എന്നുള്ളത് നമുക്കേ അറിയത്തുള്ളൂ. അപ്പോൾ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യണം. ഡയറ്റ് മാത്രമല്ല, എത്ര വെള്ളം കുടിക്കണം. ഒരു കാൽക്കുലേഷൻ പറയുവാണെന്നുണ്ടെങ്കിൽ 20 കിലോസിന് 1 ലിറ്റർ ആണ്. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ നിയർലി 80 ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് 4 ലിറ്റർ കുടിക്കണം. പക്ഷേ എന്നെ കൊണ്ട് 4 ലിറ്റർ ചിലപ്പോൾ പോസിബിൾ ആവില്ല. സോ അറ്റ്ലീസ്റ്റ് ഞാൻ ട്രൈ ടു കംപ്ലീറ്റ് 3 ലിറ്റേഴ്സ്. ആസ് ഓഫ് നോ ഇപ്പോൾ ഞാൻ 3 ലിറ്റേഴ്സ് ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ചില ദിവസം ചിലപ്പോൾ പറ്റാറില്ല, 2.5 ഒക്കെ ആയിരിക്കും. ബട്ട് ദാറ്റ് ഡസൻറ്റ് മാറ്റർ. നമ്മൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, പെർഫെക്ഷൻ ആവശ്യമില്ല. നമ്മൾ ഒരു ദിവസം, ആരും റോബോട്ട്സ് അല്ല അല്ലേ, ഒരു ദിവസം നമുക്ക് 2.5 ലിറ്റർ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കില്ല. നമ്മൾ അടുത്ത ദിവസം വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്ത് 3 ഇന്നലെ 2.5 കുടിച്ചുള്ളൂ, ഇന്ന് 3 മെയിൻറ്റെയിൻ ചെയ്യാൻ. ആ ഒരു ബൗൺസ് ബാക്കിലാണ് കാര്യം, കൺസിസ്റ്റൻസിയിലാണ് കാര്യം. പിന്നെ അപ്പോൾ അതാണ് പ്ലാൻ, കാലറി ഡെഫിസിറ്റ് കാൽക്കുലേഷൻ, പ്ലാൻ, ട്രാക്ക് ചെയ്യുക. ഒന്നിലെ ഇതുപോലെ ലെജർ ചെയ്താൽ മതി, എഴുതി വെക്കുക എവിടെയെങ്കിലും. അല്ലെങ്കിൽ ഹെൽത്തിഫൈ പോലുള്ള ആപ്പിൽ കുറച്ചുകൂടെ ഡയറ്റ് പ്ലാൻ മാത്രം ഹെൽത്തിഫൈ പോലുള്ള ആപ്പ് ഞാൻ സജസ്റ്റ് ചെയ്യും. ബിക്കോസ് അതിൽ ക്വാണ്ടിറ്റിയും എത്ര കാലറി ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ദാറ്റ് യു വിൽ നോ നമ്മൾ എത്രയാണ് കഴിക്കുന്നത്, നമ്മൾ എത്ര ബേൺ ചെയ്യുന്നു, അപ്പോൾ നമുക്കത് എത്രത്തോളം ഗുണം ചെയ്യുന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഡയറ്റ് ട്രാക്ക് ചെയ്യുന്നത് മോസ്റ്റ്ലി എല്ലാ കാര്യങ്ങളും അതിനകത്ത് ട്രാക്ക് ചെയ്യും. പിന്നെ എനിക്ക് തോന്നുമ്പോൾ സമയം കിട്ടുമ്പോൾ ഞാൻ ലെജർ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു കാര്യം. ഫസ്റ്റ് 5 റൂൾ ഞാൻ ഫോളോ ചെയ്യുന്ന പറഞ്ഞല്ലോ. പ്ലാൻ ആൻഡ് ട്രാക്ക് ആൻഡ് ഫോളോ ഇറ്റ്. മാക്സിമം ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ തോന്നും. സെക്കൻഡ്, നോ ഷുഗർ ഓർ ജങ്ക് ഓർ മാക്സിമം അവോയ്ഡ് ഔട്ട്സൈഡ് ഫുഡ് അറ്റ്ലീസ്റ്റ് ഡ്യൂറിങ് ചാലഞ്ച് വിൻഡോ. ചാലഞ്ച് എടുക്കുമ്പോൾ ഔട്ട്സൈഡ് ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അപ്പോഴാണ് നമ്മളൊരു ചാലഞ്ച് എടുക്കുന്നത് ഇത്ര ദിവസത്തിനകത്ത് മാക്സിമം റിസൾട്ട് കിട്ടാനല്ലേ. നമുക്ക് ലൈഫ് ലോങ് ഔട്ട്സൈഡ് ഫുഡ് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. സോ ഒരു ചാലഞ്ചിനകത്ത് അവോയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റർ ആൻഡ് ബെറ്റർ റിസൾട്ട്സ് കിട്ടും. ആൻഡ് പിന്നെ നമുക്കതൊരു ഹാബിറ്റായി മാറും. ഒരു 100 ഡേയ്സ് നമുക്കൊരു കാര്യം ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ പതിയെ നമ്മുടെ അൺഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ കുറഞ്ഞു തുടങ്ങും. അതുകൊണ്ടാണ് ഈ വിൻഡോനകത്ത് എല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത്. ആർക്കും ലൈഫ് ലോങ് എന്ന് പറഞ്ഞ ഒരു വിൻഡോ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ മടിച്ചുകളാവും. നാളെ നമ്മൾ അതുകൊണ്ടാണ് 45 ഡേയ്സ് 100 ഡേയ്സ് നോക്കുമ്പോൾ ഈ ഒരു 100 ദിവസം നമ്മൾ ഫോളോ ചെയ്താൽ മതിയല്ലോ എന്ന് ഓരോ ദിവസം കഴിയുന്നവരും മൈനസായി വരും. നമ്മുടെ മൈൻഡ് റിലേറ്റഡ് ആണ് എല്ലാം. അതുകൊണ്ടാണ് ഈ ചാലഞ്ചിലൊക്കെ നമ്മൾ മാക്സിമം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ നോ ഷുഗർ നോ ജങ്ക്, മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഒത്തിരി ക്രേവിങ് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വായ കഴിക്കേണ്ട എന്നല്ല, പക്ഷേ നമ്മൾ ഒരുപാട് സ്വീറ്റ്സും സ്നാക്സും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് പോയിന്റ് മനസ്സിലായില്ലേ. തേർഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ കൺസപ്ഷൻ. നമുക്ക് എത്രയാണോ കുടിക്കാൻ പറ്റുന്നത്, 3 ലിറ്റർ ടു 4 ലിറ്റർ. സോറി, ഇടയിൽ കട്ട് ചെയ്യേണ്ടി വന്നു. അമ്മമാരൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരു വീഡിയോ ഫുള്ളായിട്ട് എടുക്കുന്നവരെയൊന്നും കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ക്ഷമയുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എവിടെയാണ് നിർത്തിയത്, തേർഡ് വൺ അല്ലേ, വാട്ടർ ഇൻടേക്ക് ഫുൾഫിൽ ചെയ്യാൻ നോക്കുക. നമുക്ക് എത്രയാണോ കുടിക്കാൻ പറ്റുന്നത് അത്ര, 3 ലിറ്റർ അല്ലെങ്കിൽ 4 ലിറ്റർ വരെയൊക്കെ കുടിച്ചാലാണ് വെയിറ്റ് ലോസ് നന്നായിട്ട്. കാരണം 80-90 കിലോസിലുള്ളവരാണല്ലോ അധികം വെയിറ്റ് ലോസ് ട്രൈ ചെയ്യുക മിക്കവാറും. പിന്നെ 110-100 കിലോസ് അത് വേറെ കാറ്റഗറി. അപ്പോൾ നമ്മൾ മോസ്റ്റ്ലി പോസ്റ്റ് പാർട്ടം വെയിറ്റിലുള്ളവർ ഞാൻ നോക്കിയെടുത്ത് 90-80s അങ്ങനെയുള്ളവരാണെങ്കിൽ 4 ലിറ്റേഴ്സ് 3 ലിറ്റേഴ്സ് ഒക്കെ കുടിക്കാം. അപ്പോൾ അത് ഈസി ആയിട്ട് എന്താ പറയുക, നമുക്ക് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ജേർണിയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറെ കാര്യം ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്, വാട്ടറിൽ സബ്ജ സീഡ്സ് ഇടുക. അത് ഡൈജഷന് നല്ലതാണ്. പിന്നെ ഗുഡ് ഫൈബർ കണ്ടൻറ്റ് 2 സ്പൂൺ വരെ ഇടുക. 3 ലിറ്റർ ഇതിൽ 650 മില്ലി ലിറ്ററിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഞാൻ 1-2 തവണയായിട്ട് സബ്ജ സീഡ് ഇട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ അതിങ്ങനെ പൊങ്ങി വരും. നമ്മുടെ കുലുക്കി സർബത്തിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ. അപ്പോൾ അത് ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഇതാണ്. അല്ലെങ്കിൽ ചിയാ സീഡ്സ് ഇടാം. ചിയാ സീഡ്സ് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ സമയം എടുക്കും അബ്സോർബ് ചെയ്യാം. അപ്പോൾ ഞാനത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓവർനൈറ്റ് സോക്ക് ചെയ്യും. സപ്പോസ് സ്മൂതിയിൽ ഇടണമെന്നുണ്ടെങ്കിൽ സബ്ജയും കൂടെ ഓവർനൈറ്റ് സോക്ക് ചെയ്യുന്നതാണ് റെക്കമെൻഡഡ്. മിക്കവാറും ചിലപ്പോൾ നമ്മൾ മറന്നു പോകും, നമ്മൾ തിരക്കുകൾക്കിടയിൽ ചിലപ്പോൾ ഓവർനൈറ്റ് ഒന്നും ഇടാനായിട്ട് ഓർമ്മയുണ്ടാവില്ല. ബട്ട് ദാറ്റ്സ് ഫൈൻ. 30 മിനിറ്റ്സ് ചിയാ സീഡ്സും സബ്ജ ഒരു 5-10 മിനിറ്റ്സും ഇട്ടാൽ തന്നെ
മോർ ദാൻ ഇനഫ്. അപ്പോൾ അങ്ങനെ സബ്ജ സീഡ്സ് വെള്ളത്തിലും ചിയ സീഡ്സ് സ്മൂതിയിലും ഇട്ടിട്ട് ഞാൻ കൺസ്യൂം ചെയ്യും. അപ്പോൾ എനിക്കത് ഫൈബർ ഗോൾ മീറ്റ് ചെയ്യാനും സഹായിക്കും, എൻ്റെ ഡൈജഷനും നല്ലതാണ്, ബോഡിയിൽ നല്ല തണുപ്പ് ഉണ്ടാവും. നമ്മൾക്ക് ബോഡി ചൂട് ടൈപ്പ് ആണെങ്കിൽ കുറച്ച് കൂളാക്കാൻ സഹായിക്കും. പിന്നെ വേറെ കുറേ ഗുണങ്ങളുണ്ട്. ചിയാക്കി ആണെങ്കിൽ omega-3 ആസിഡ്സ്, അങ്ങനെ ഒത്തിരി ന്യൂട്രീഷണൽ വാല്യൂ ഒരുപാടുണ്ട് ഇങ്ങനത്തെ സീഡ്സിന്. അപ്പോൾ അതൊരു ടിപ്പ്. പിന്നെ 4th പോയിന്റ് വാട്ടറിൻ്റെ പോയിന്റ് ആയതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. 3 പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞു. 4th പോയിന്റ് ഞാൻ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ലീപ്പ്. ഞാൻ ഫോളോ ചെയ്യുന്നില്ല, പക്ഷേ 4th പോയിന്റ് ശരിക്കും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റാണ് സ്ലീപ്പ്. 6 to 7 hours ശരിക്കും വേണം, എന്നാലേ നമുക്ക് വെയിറ്റ് ലോസ് ഹാപ്പൻ ആവുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര സ്ലോ ആയിരിക്കും. പിന്നെ എൻ്റെ കേസിൽ എനിക്ക് ഓപ്ഷൻ ഇല്ല. മദേഴ്സിനാണെങ്കിൽ, കുഞ്ഞു മക്കളുടെ മദേഴ്സിനാണെങ്കിൽ ഓപ്ഷൻ ഇല്ല. സോ ദാറ്റ് ഈസ് ഫൈൻ. അല്ലാത്തൊരു ഉറങ്ങാൻ ചാൻസ് ഉള്ളവർ, ഉറങ്ങാൻ പോസിബിൾ ആയിട്ടുള്ളൊരു ഡെഫിനറ്റ്ലി വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ജേർണിയിലാണെങ്കിൽ ഷുവറായിട്ടും ട്രൈ ടു ഗെറ്റ് 6 to 7 hours ഓഫ് സ്ലീപ്പ്. ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആണ് അല്ലെങ്കിൽ നൈറ്റിൽ ഉറക്കം കിട്ടുന്നില്ലാന്നുണ്ടെങ്കിൽ, ഞാൻ മുന്നേ ജിമ്മിലൊക്കെ പോകുമ്പോൾ ഇൻസ്ട്രക്ടർ പറയാമായിരുന്നു, നിങ്ങൾ രാത്രി തന്നെ മൊത്തം ഉറങ്ങി തീർക്കണമെന്നില്ല. 24 hours നിങ്ങൾക്ക് ഉച്ചയ്ക്ക് സമയം കിട്ടുവാണെങ്കിൽ 2 hours ഉറങ്ങുക. സോ അത് മസിൽ റിട്ടൻഷനും റിപ്പയറിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി കുറവ് ഉറക്കമാണെങ്കിൽ അത് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. വെയിറ്റ് ലോസ് ജേർണി നല്ല, നമ്മുടെ ഓവറോൾ ഹെൽത്തിന് തന്നെ അത് നല്ലതല്ല. അപ്പോൾ ഉറക്കം 5th പോയിൻ്റാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. നെവർ ലൂസ് പേഷ്യൻസ്. ചിലപ്പോൾ ഒത്തിരി പേര് എൻ്റെ ഈ ജേർണിക്കകത്ത് തന്നെ മുന്നും, അയ്യോ നീ കുറയുന്നില്ലല്ലോ, നിന്നെ കാണുമ്പോൾ ഒരു ഡിഫറൻസും ഇല്ലല്ലോ, വെയിറ്റ് സ്കെയിൽ എന്താ കൂടുവാണോ, ഞാൻ ചിലപ്പോൾ ഡെയിലി വെയിറ്റ് സ്കെയിൽ ഇടത്തില്ല, അപ്പോൾ വെയിറ്റ് സ്കെയിൽ കൂടാൻ വേണ്ടിയിട്ടാണോ നീ ഡയറ്റ് തുടങ്ങുന്നത്, ഇതൊക്കെ ഈ ചെവി കേട്ട് ആ ചെവി കൂടെ വിടുക. കാരണം നമ്മൾ എന്താ ഗോ ത്രൂ ചെയ്യുന്നതെന്ന് ഈ പറയുന്നവർക്ക് അറിയില്ല. അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. മേ ബി നമ്മളും വേറൊരാൾ ജേർണി നോക്കി കാണുവാണെങ്കിൽ നമ്മളും ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പ്രതികരിക്കുക, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് സ്കെയിൽ എന്നുള്ളത് ഒരു ഫാക്ടറാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചസ് ആയിരിക്കും കുറയുന്നുണ്ടാവുക, ചിലപ്പോൾ നിങ്ങൾക്ക് യു വിൽ ഫീൽ ഗുഡ് എനർജി ആയിരിക്കും, നിങ്ങൾക്ക് ഓവറോൾ ഹെൽത്ത്, ഓവറോൾ ഒരു ഗ്ലോ ഉണ്ടാവും ചിലപ്പോൾ ഫേസിൽ, ഓവറോൾ നമുക്ക് നല്ല സ്റ്റാമിന വന്നതുപോലെ തോന്നും. എല്ലാം വെയിറ്റ് മാത്രമല്ല കാര്യം. ഒരുപാട് ലൈഫിൽ ചേഞ്ചസ് വരികയാണെങ്കിൽ ദാറ്റ് ഇസ് മോർ ദാൻ എനഫ്. വെയിറ്റ് കുറഞ്ഞോളും, തനിയെ ഉറപ്പായും കുറയും. എന്തായാലും ഇത്രയും നമ്മൾ എല്ലാം ഫോളോ ചെയ്യുവാണെങ്കിൽ വെയിറ്റ് അങ്ങനെ സ്റ്റക്കായി നിൽക്കാനൊന്നും പോകുന്നില്ല. ഉറപ്പായി അത് കുറഞ്ഞു വരും. പക്ഷേ ഒരു ദിവസത്തിൽ 2 ദിവസത്തിൽ കുറയണം, അല്ലെങ്കിൽ ഇന്ന് എന്താണ് ഇത് കൂടിയത്, അങ്ങനത്തെ ചിന്തകളിൽ നമ്മൾ സ്റ്റക്കായി നിൽക്കരുത്. സപ്പോസ് ഇന്ന് കൂടിയാലും നാളെ കുറയ്ക്കാമെന്നുള്ള മൈൻഡ് സെറ്റിലൂടെ നാളെ വീണ്ടും പോയിട്ട് മിക്കവരും ചെയ്യുന്ന ഒരു തെറ്റെന്താണ്, ഈവൻ ഇൻക്ലൂഡിങ് മീ, ഞാനും മുന്നേ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇല്ല, ബിക്കോസ് ഇപ്പോൾ എനിക്കത് യൂസ് ടു ആയിട്ട് നല്ലതായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. വെയിറ്റ് ഒരു ദിവസം കുറഞ്ഞെങ്കിൽ അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ബൗൾ മൂവ്മെൻറ്റ് ആയില്ലെങ്കിൽ, ചിലപ്പോൾ കോൺസ്റ്റിപ്പേറ്റഡ് ആണ് നമ്മൾ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെയിറ്റ് കൂടുതൽ കാണിക്കും. ഉറക്കം കുറവാണെങ്കിൽ വെയിറ്റ് കൂടുതൽ കാണിക്കും. അത് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് 2-3 ഡേയ്സിനകത്ത് കുറഞ്ഞോളും എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വരണമെങ്കിൽ നമ്മൾ ആ ജേർണിയിലൂടെ ഒരുപാട് കടന്നു പോയിരിക്കണം. ഞാൻ അങ്ങനെ കടന്നു പോയതുകൊണ്ട് എനിക്ക് ഇപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. ചിലർ ഈ ജേർണലിസ്റ്റ് ന്യൂ ബിഗിനേഴ്സ് ആയിരിക്കും, അപ്പോൾ അവർക്കത് ഡീമോട്ടിവേറ്റഡ് ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു ഡീമോട്ടിവേഷൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയാൻ വന്നത്. കാരണം വെയിറ്റ് എന്തായാലും കുറയും. നമ്മൾ ചിലപ്പോൾ 1-2 ദിവസം ഫ്ലക്ച്വേഷൻസ് ഉണ്ടെങ്കിലും ഇൻ ദ എൻഡ് കുറഞ്ഞോളും. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. വെയിറ്റ് കൂടി ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല, വീണ്ടും പഴയ ജീവിത രീതിയിലേക്ക് മാറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വീണ്ടും ബൗൺസ് ബാക്ക് അടിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വെയിറ്റ് കൂടുന്നല്ലാതെ ഒരിക്കലും അത് ഇറങ്ങത്തില്ല. നമ്മളെ വെയിറ്റ് എന്താണോ എന്നുള്ളത് ബോധർ ചെയ്യാതെ നമ്മളുടെ ജേർണിയിലൂടെ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ പാലിച്ച് കണ്ടിന്യൂ ചെയ്ത് പോവുക, കൺസിസ്റ്റൻ്റ് ആയിരിക്കുക, അതാണ് മെയിൻ തിങ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 5 പോയിൻ്റാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്കും എൻ്റെ ജേർണിയിൽ ഭാഗമാണെങ്കിലാകാം. ഞാൻ ഒരു ഡയറ്റീഷ്യനോ ന്യൂട്രീഷനിസ്റ്റോ അല്ല, വീണ്ടും അത് എംഫസൈസ് ചെയ്യാണ്. ബിക്കോസ് ഞാൻ എന്ത് ഫോളോ ചെയ്യുന്നോ അത് ഞാൻ പറയുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് എന്താണോ എന്ത് പറ്റില്ലയോ എന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് ടിപ്സും കാര്യങ്ങളും ഓരോരുത്തരുടെ നിന്ന് എടുക്കുക എന്നുള്ളത്. ബ്ലൈൻഡ്ലി നെവർ എവർ ഫോളോ സമ്മൺ എൽസ് ഡയറ്റ് ഓർ സമ്മൺ എൽസ് ജേർണി. അങ്ങനെ കോപ്പി അടിക്കരുത്. ബിക്കോസ് അത് ചിലപ്പോൾ നമുക്ക് ഒരാൾക്ക് വർക്ക് ആവുന്ന കാര്യങ്ങൾ വേറെ ആൾക്ക് വർക്ക് ആവണമെന്നില്ല. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന എല്ലാം ഒരാൾ കംപ്ലീറ്റ്ലി ഫോളോ ചെയ്തു, പക്ഷേ അയാൾക്ക് ഒരു റിസൾട്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ അയാളുടെ ബോഡിയിൽ വരുന്ന പ്രോബ്ലം ഉണ്ടാവും, ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ഫുഡ് ചിലപ്പോൾ അയാൾക്ക് അലർജിക് ആയിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്ത്, ഫോർ എക്സാമ്പിൾ ഞാൻ എങ്ങനെയാണ് വേറൊരു ഇൻഫ്ലുവൻസറിനെ ഫോളോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഒരു വർക്കൗട്ട് ടൈപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു വീഡിയോ എങ്കിൽ അത് ഞാൻ ചിലപ്പോൾ സേവ് ചെയ്ത് വെച്ച് അത് ഫോളോ ചെയ്യും. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡയറ്റ് അല്ലെങ്കിൽ ഒരു ഡിഷ് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് എൻ്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും. എനിക്കത് പറ്റുമോ എന്നില്ലെന്ന് ഞാൻ അനലൈസ് ചെയ്തതിന് ശേഷം. അങ്ങനെ പിന്നെ ഡയറ്റ് പ്ലാനിൽ വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഡീടോക്സ് ഡ്രിങ്ക് നല്ലൊരു ബൂസ്റ്റാണ്. ഇറ്റ് ഗിവ്സ് യു ഗുഡ് എനർജി മോർണിംഗിൽ. അല്ലാതെ കുറേ ലെമണും ഹണിയും ഇട്ട് കുടിച്ചുകൊണ്ട് മെല്ലിയ പണ്ടത്തെ നമുക്കൊരു റോങ് കൺസെപ്റ്റ് ഉണ്ടാവില്ല. എനിക്കുണ്ട്, ഞാനും കുറേ ചെയ്തിട്ടുണ്ട് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ. 10th 11th ചെറുതൊട്ടേ ചബ്ബി ടൈപ്പ് ആയിരുന്നു. അപ്പോൾ എപ്പോഴും ഈ വെയിറ്റ് ലോസ് ജേർണി തന്നെയാണ്. പക്ഷേ കറക്റ്റ്ലി ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല, നമുക്ക് അതിനുള്ള നോളജും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയും, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, ചിലപ്പോൾ 90s കിഡ്സ് കേട്ടിട്ടുണ്ടാവും. ലവണ തൈലം, ഫാറ്റ് ഫ്രീ, ഇതൊക്കെ ട്രൈ ചെയ്തൊരു ഫെയിലിയറായ ഒരാളാണ് ഞാൻ. ബിക്കോസ് അപ്പോൾ അറിയത്തില്ല ഇത് വർക്കാവോ ഇല്ലേ എന്ന്. നമ്മളെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം
എന്താണ് എന്തെങ്കിലും ഒന്ന് ചെയ്ത് തടി കുറഞ്ഞാൽ മതി. കാരണം തടി കാരണം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നു. നടക്കാനും കിതപ്പുണ്ടാവും, കൂടുതൽ നേരം സ്പോർട്സിൽ ആക്റ്റീവ് ആയിരിക്കാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ സ്കൂൾ ലൈഫിലൊക്കെ അങ്ങനെയൊക്കെ അല്ലേ, നമുക്ക് ഒന്നിനും ആക്റ്റീവ് ആയിരിക്കാൻ ആ ഏജിൽ തന്നെ പറ്റില്ലെങ്കിൽ ഭയങ്കര ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ എന്തൊക്കെയൊക്കെയോ ചെയ്യുമായിരുന്നു പണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ബ്ലൈൻഡ്ലി ഒരു കാരണം കൊണ്ട് മാത്രം ആരുടെയും വെയിറ്റ് കുറയത്തില്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട പാഠമാണ്. ഒരു ഡ്രിങ്ക് നമ്മൾ ഡെയിലി കുടിച്ചു, എന്നിട്ട് നമ്മൾ ഫുള്ളി കഴിക്കുന്ന ജങ്കാണ്, അല്ലെങ്കിൽ ഒരു ഗ്രീൻ ടീ കുടിച്ചു, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കോഫി കുടിച്ചു, അത് ഏതോ ഒരു വീഡിയോയിൽ കണ്ടു, ബ്ലാക്ക് കോഫി വിത്ത് ലെമൺ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളും വെയിറ്റ് കുറയും വിത്തിൻ 3 months അല്ലെങ്കിൽ വിത്തിൻ 1 month എന്ന് പറഞ്ഞ് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്തിട്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല, ഡയറ്റ് ഫോളോ ചെയ്യുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, പ്രോപ്പർ സ്ലീപ്പ് ഇല്ല, പ്രോപ്പർ വർക്കൗട്ട് ഓർ മൂവ്മെൻറ്റ് ഒന്നും ഇല്ലെങ്കിൽ ഉറപ്പായും കുറയില്ല. പിന്നെ ഞാൻ ഡീറ്റോക്സ് ഡ്രിങ്കിൻ്റെ കാര്യം പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ടും അല്ലെങ്കിൽ മോർണിംഗിൽ ഒരു എനർജി, നമ്മൾ കാപ്പിയും ചായയും പാലും പഞ്ചസാര ഇട്ട് കുടിക്കുന്നത് അൺഹെൽത്തിയാണ്. സോ നമ്മൾ ഡീറ്റോക്സ് ഡ്രിങ്ക് വെറും വയറ്റിൽ എടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമായിരിക്കണം. സ്റ്റാർട്ടിങ് ഓഫ് ദ ഡേ നമ്മുടെ അകത്ത് പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള സാധനമായിരിക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചൂസ് ചെയ്യണം. ഞാൻ ഫസ്റ്റ് 10 days കുടിച്ച് ജീരക വെള്ളമാണ്, വിച്ച് ഈസ് റിയലി ഗുഡ് ഫോർ ഡൈജഷൻ. പിന്നെ ഈ 10 ദിവസം എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കോഫി വിത്ത് ലെമൺ ആണ്, നോ ഷുഗർ. അപ്പോൾ അതും ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് ലെമണൊക്കെ. അപ്പോൾ അത് നല്ല കാര്യമാണ്. നമുക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഗുഡ് തിങ്. അല്ലാതെ ബൂസ്റ്റും കോഫിയൊന്നും അത്ര ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളല്ല. അങ്ങനെ ഒരു അല്ലെങ്കിൽ ഗ്രീൻസ് ജ്യൂസ് വെരി ഗുഡ്. നെക്സ്റ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയാൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ എനിക്ക് ചിലത് മീൽ പ്രിപ്പിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ടുള്ള ഡയറ്റ് പ്ലാനാണ് അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത്, ചിലപ്പോൾ നിറയെ സമയമുള്ളവരുണ്ടെങ്കിൽ എല്ലാം സമയം എടുത്ത് ചെയ്യുന്ന നല്ല നല്ല ഡയറ്റ് പ്ലാൻസ് വേറെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈസി ആയിട്ട് കുറച്ച് വെജി കട്ട് അങ്ങനെ ഒത്തിരി ഇല്ലാത്തതായിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്നത്, ബിക്കോസ് എൻ്റെ സമയപരിധി കൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അതുപോലെ ഗ്രീൻസ് ജ്യൂസൊക്കെ ചിലപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ എല്ലാ ദിവസവും സമയം കിട്ടുന്നില്ല, കാരണം എനിക്ക് 6 മണിക്ക് ഷിഫ്റ്റ് തുടങ്ങും. ഞാൻ ഷിഫ്റ്റ് വർക്കും ഇടയിൽ കുഞ്ഞു മോൻ എനിക്കും, മോളെവിടെ ഏട്ടൻ റെഡിയാക്കുന്നുണ്ടാവും, ഇടയിൽ കൂടെ പകുതി കുക്ക് ചെയ്യും വരും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ ഒരു ലൈഫാണ് എൻ്റെ ആയതുകൊണ്ട് ഞാൻ എനിക്കനുസരിച്ചുള്ള ഡയറ്റാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണോ പറ്റുന്നുള്ളത് നിങ്ങൾക്കേ അറിയത്തുള്ളൂ. അപ്പോൾ നിങ്ങളത് അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് ട്രാക്ക് ചെയ്യുക. അപ്പോൾ അത് കുറച്ചുകൂടെ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റീവ്നെസ് കൂടും. എന്ന് വെച്ചാൽ ഇപ്പോൾ വേറെ ആളുടെ ഫുള്ളി ബ്ലൈൻഡ്ലി കോപ്പി ചെയ്യാതെ നമുക്ക് എന്ത് പറ്റുമോ അതിൽ നിന്ന് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ സന്തോഷം ഒന്ന് പ്രത്യേകമായിരിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നെക്സ്റ്റ് 10 days എല്ലാവരും എൻ്റെ കൂടെ ജേണിയിൽ മുന്നേ ഉണ്ടായിരുന്ന പോലെ തന്നെ കട്ട സപ്പോർട്ടായിട്ടിരിക്കും. നമുക്ക് 100 days കംപ്ലീറ്റ് ചെയ്ത് ന്യൂ ഇയറിന് മുമ്പ് ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എല്ലാവർക്കും ലീഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എനിക്കും അതുപോലെ ആശംസകൾ എല്ലാവരും നേരെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ.